ഏകദേശം ഒരു 40 കൊല്ലക്കാലം അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അദ്ദേഹം മാതൃഭൂമിയിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോൾ ആണ്, അതായത് ഞാൻ ഭാഷാഭൂഷണിലേക്ക് മാറിയ ആ 10 കൊല്ലാണ് MTയുടെ ആത്മകഥ വരെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് എഴുതി ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ചത്. MT ഇത്രയും വിവിധ മണ്ഡലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തന ജീവിതം, അതുപോലെ ഇടക്കാലത്ത് അധ്യാപനം, അതുപോലെ സാഹിത്യ ജീവിതം, അത് കഴിഞ്ഞ് സാംസ്കാരിക ജീവിതം, ഇതെല്ലാം ഇങ്ങനെ എല്ലാത്തിലും ഒരുപോലെ വിജയിച്ച ഒരാളുണ്ടാവില്ല. കാരണം ഈ പത്രപ്രവർത്തനം തന്നെ നമ്മൾ 100% കൊടുത്താൽ മാത്രം വിജയിക്കുന്ന ഒരു പണിയാണ്. അതിനിടയ്ക്ക് സിനിമ, അതും വിജയിച്ചു. ഇങ്ങനെ എല്ലാ തരത്തിലും തൊട്ടതെല്ലാം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളില്ല. പിന്നെ അതിനേക്കാളൊക്കെ പ്രധാനം, ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, എല്ലാ തലമുറകളും ഈ MTയോട് സംവദിക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന 17 വയസ്സുകാരനും മുമ്പ് ജീവിച്ചിരുന്ന എൻ്റെ തലമുറയിലെ 70 വയസ്സുകാരനും എല്ലാവർക്കും MT ഇഷ്ടമാണ്. അങ്ങനെ ഒരാളും ഇല്ല. ഇതാണ് ഈ രണ്ട് എന്താ പറയണ്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു അനന്വയം എന്ന് പറയാവുന്ന ഒരു മഹാഭാരത എഴുത്തുകാരിലും ഒരു MT വാസുദേവൻ നായരുണ്ടല്ലോ, അത് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ അങ്ങനെ MT ആവാൻ മോഹിക്കുന്ന ഒരുപാട് ആൾ ഒരു തലമുറയിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരാളുണ്ടായിട്ടില്ല. പക്ഷെ അതേസമയം MT വായിച്ച ഒരു നോവലും MT അതിൻ്റെ ശൈലി പോലും പടർത്തിയിട്ടില്ല. എല്ലാം തൻ്റെ കൂടല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ തൻ്റെ തെക്കേപ്പാട്ടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളെയും കാണാത്ത ഭൂമികളെക്കാൾ എനിക്ക് ഇഷ്ടം എൻ്റെ അറിയുന്ന നിളാതീരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയുന്നതിനെ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ, അറിയാത്ത ഒന്നിനെ പറ്റി എഴുതില്ല. ഇതിലെ സത്യസന്ധതയെക്കുറിച്ചാണ് നേരത്തെ കൽപ്പറ്റ മാഷും പറഞ്ഞത്. എല്ലാവരും പറഞ്ഞു പോകുന്നതും അതാണ്. അറിയാത്ത ഒന്നിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയില്ല. മാത്രമല്ല ഈ വികാരങ്ങളെ ആദർശവൽക്കരിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. അത് ജീവിതത്തിലുമില്ല. ഇപ്പോൾ ഒരാളോട് ഇഷ്ടമില്ല, ആ ഇഷ്ടത്തിനെ ഇല്ലാതെയാക്കി അതിനെ സ്നേഹമാക്കി പ്രദർശിപ്പിക്കുന്ന ഒരു തരം അലങ്കാര വിദ്യയില്ല. അത് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല. പക്ഷേ ഒരു സംശയമുള്ളത്, ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നിർമ്മാല്യം ഇക്കാലത്താണെങ്കിൽ എടുക്കാൻ പറ്റുമോ. MT തന്നെ ചോദിച്ചിട്ടുണ്ട്, 1973 ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സാഹചര്യത്തിൽ അങ്ങനെ MTക്ക് ജീവിക്കാൻ കഴിയുന്നൊരു പരിസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എത്രത്തോളം എഴുത്തുകാർക്ക് MTയെ പോലെ വികാരങ്ങളെ ആദർശവൽക്കരിക്കാതെ ജീവിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം. അത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന വേണം. അതിനൊരു പരിസരം ഉണ്ടായിട്ട് എന്നാൽ ഞാൻ അവിടെ വന്നിട്ട് എഴുതിക്കളയാം എന്ന് വിചാരിച്ച് ഇതാവല്ല വേണ്ട. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം സ്പേസ്. അതാണ് MT ചെയ്തത്. ഇപ്പം നിർമ്മാല്യം വന്നില്ല വിചാരിക്കുക, വേറൊരാളത് എഴുതുമോ? ഇല്ല. അങ്ങനെ നിർമ്മാല്യത്തിന് വരാനായിട്ടൊരു സ്പേസ് അന്നുമില്ല. അതൊരു എഴുത്തുകാരൻ്റെ ജോലിയാണ് നിങ്ങൾക്ക് പെരുമാറാനുള്ള സ്പേസിനെ വെട്ടിപ്പിടിച്ചെടുത്ത് എഴുതുക എന്നുള്ളത്. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ധീരതയാണ്. KCയും മഹാഭാരതത്തെ പുനർവായിച്ചിട്ടുണ്ട്. അതെ. അതുവരെ കണ്ട അല്ല, അതുവരെ കണ്ട ധർമ്മപുത്രൻ അല്ല, അതുവരെ കണ്ട പാഞ്ചാലി അല്ല. അപ്പോൾ ഈവൻ ധർമ്മപുത്രയുടെ അസ്തിത്വം പോലും പലപ്പോഴും ആ നോവലിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ധർമ്മപുത്രർ പറയുന്നുണ്ടല്ലോ, രാജസൂയം കഴിഞ്ഞിരിക്കുമ്പോഴും അർജുനന്റെ നേരെയാണ് കണ്ണുപോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചെടുത്ത് വിശ്വസിപ്പിച്ചു. ഇനി ഇതാണോ സത്യമെന്ന് വിശ്വസിപ്പിക്കുന്നത്. അതെ, പല ആഖ്യാനങ്ങൾ സാധ്യമാണ്. MTയുടെ ഇതല്ലേ പറഞ്ഞ MT ആഖ്യാനം കൊണ്ടാണ് ആ 2-ാം ഊഴം എല്ലാവരും ഹൃദയം കവർന്നത്. എത്ര പ്രാവശ്യം വായിച്ചിരുന്നു നമുക്ക് ആർക്കും അറിയില്ല. അത്ര പ്രാവശ്യം അത് 85 എഡിഷൻ വിറ്റുപോയി എന്നാണ് ഞാൻ അറിയുന്നത്. 85 എഡിഷൻ വിറ്റുപോയി ഉണ്ട്. ഭാരതപര്യടനം പോലും അത്ര എത്തിയിട്ടില്ല. അത് MTയുടെ എഴുത്തിൻ്റെ ഒരു ചാരുതയാണ്. വിശ്വസിപ്പിക്കുക. അതെ. ഉണ്ണിയാർച്ചയെ പറ്റി എൻ്റെ സുഹൃത്ത് NP വിജയേഷൻ അദ്ദേഹമായിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, MT പറയുന്നുണ്ട്, ആ വടക്കൻ വീരഗാഥയെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന് തിരക്കഥ എന്നുള്ള രീതിയിൽ ഏറ്റവും തൃപ്തി ഉണ്ടായില്ല. 70ഓളം 60-ൽ ചില്ലാനും തിരക്കഥകളെന്ത് എഴുതിയിട്ടുണ്ട്. ഈ തിരക്കഥ എഴുതുക എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ എളുപ്പമാണ്. പണ്ടതല്ല. പണ്ട് ഈ ന്യൂസ് പ്രിൻറ്റിൽ 3 കാർബൺ വെച്ചിട്ട് എഴുതുകയാണ്. ബോൾ പോയിൻറ്റ് പേനുണ്ട്, പൊട്ട ബോൾ പോയിൻറ്റ് പേനയാണ്. അതുകൊണ്ട് എത്രമാത്രം അമർത്തി എഴുതിയാലേ ഈ 3 കോപ്പി കിട്ടുള്ളൂ. അപ്പോൾ ഈ അമർത്തി ഒരു തിരക്കഥ കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും സ്പോൺലൈറ്റിസ് വരും. അങ്ങനെ 70 തിരക്കഥ ഒരു ജീവിതത്തിൽ എഴുതുക എന്ന് പറയുന്നതിന് എന്ത് ഫിസിക്കൽ അധ്വാനം. അങ്ങനെ അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. 65-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. അത് എന്നും തുടർന്നുകൊണ്ടേയിരുന്നു. മനോരഥങ്ങൾ വരെ. അതൊക്കെ ഇത്രയധികം പ്രയത്നിച്ച ഒരാൾ ജീവിതകാലം മുഴുവൻ എന്തെങ്കിലും പ്രയത്നിച്ച, പിന്നെ ഇതൊന്നല്ല, അത് തിരൂർ തുഞ്ചൻ പറമ്പിലത്തെ പ്രയത്നം വേറെ, അത് സാംസ്കാരികമായിട്ടുള്ള ഒരു രംഗമല്ലേ അത്.
ഇതെല്ലാം കൂടിയിട്ട് ഇത്രയധികം പ്രയത്നിച്ച ആൾ, ഇത്രയധികം കോൺട്രിബ്യൂഷൻ ഉണ്ടായ ആൾ, ഇത്രയധികം ജനങ്ങളുടെ ആരാധന, യഥാർത്ഥമായിട്ടുള്ള ആരാധനയും ഇഷ്ടവും നേടിയെടുത്ത ഒരാളുമില്ല. പക്ഷെ ആ ആരാധനയിലൊന്നും അങ്ങ് മയങ്ങുന്ന ഒരാളുമല്ല. മയങ്ങുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. വേണ്ട എന്ന് പറഞ്ഞു പോകുമ്പോൾ അതിനോട് കാണിക്കും സത്യസന്ധത. ആ അതാണ് ആ സത്യസന്ധത. തന്നെ ഒരു ഉത്സവ ദൃശ്യമാക്കാനോ ഒരു കാഴ്ച വസ്തുവാക്കാനോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചത്. ഐ എം എ പ്രൈവറ്റ് പേഴ്സൺ. അതാണ് അതിൻ്റെ ഒരു ശക്തി.